വാർത്തയിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം UDSF നിലനിർത്തി. MSF പ്രതിനിധി PK ഷിഹാനയാണ് പുതിയ ചെയർപേഴ്സൺ. 93 വോട്ടുകളുടെ ലീഡ് നേടിയാണ് വിജയം. SFI സ്ഥാനാർത്ഥി 206 വോട്ടുകളും നേടി. ജനറൽ സീറ്റുകളിൽ മുഴുവൻ UDSF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും UDSF ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. വലിയ വിജയം. ജനറൽ സീറ്റുകളിലെല്ലാം തന്നെ വിജയിച്ചിരിക്കുകയാണ് UDSF മുന്നണി. ആകെയുള്ള 5 ജനറൽ സീറ്റുകളിൽ UDSF മുന്നണി വിജയിച്ചിരിക്കുകയാണ്. KSU ഒപ്പം തന്നെ MSF 4 സീറ്റുകൾ. എന്താണ് UDSF മുന്നണിയുടെ രണ്ടാമത്തെ വിജയം? അതെ, UDSF വലിയ ഭൂരിപക്ഷത്തിന് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. എല്ലാ സീറ്റിലും UDSFന് മിന്നുന്ന വിജയമാണ് ഇവിടെ കരസ്ഥമാക്കിയത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മക്കളാണ്. അവരെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളാണ് എന്റെ കൂടെയുള്ളത്. MSFന് വനിതാ ചെയർപേഴ്സൺ വന്നിരിക്കുകയാണ്. അതെ, ലീഗിന്റെ രാഷ്ട്രീയ മാറ്റത്തിനെ കുറിച്ച് അല്ല, ലീഗിന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയല്ലേ. വനിതകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നതാണ്. ഞങ്ങളെ ആ നിലയിലാണ് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. വളരെ നല്ല രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പസിന്റെ MSFന്റെ മുസ്ലിം ലീഗിന്റെ സംസ്കാരത്തിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് ചരിത്രാദ്യമായി കോഴിക്കോട് സർവകലാശാല ഒരു വനിതാ ചെയർപേഴ്സണെ ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിച്ചത്. ചെയർപേഴ്സൺ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആദ്യമായിട്ട് എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെയാണ് നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ചെയർപേഴ്സണായിട്ട് UDSFന്റെ പാനലിൽ 45 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഭരിക്കുന്നത്. അതിൽ വിജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിലെ വിദ്യാർത്ഥികൾ SFIയെ വെറുക്കുകയും ഐക്യജനാധിപത്യ വിദ്യാർത്ഥി മുന്നണിക്കൊപ്പം MSFനും KSUവിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് ഈ വിജയം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 50 അടിച്ചാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ സെഞ്ചുറി അടിച്ച് ജയിക്കാൻ കഴിഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയാണ്. ഈ സർവകലാശാലയിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് MSFനും KSUവിനും ജയിക്കാൻ കഴിഞ്ഞു വന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ആണിയടിക്കലിന് തുടക്കമായിരിക്കും എന്ന കാര്യത്തിൽ തുറക്കില്ല. MSFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കുറേയധികം പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് ഒരു ചെയർപേഴ്സൺ, വനിതാ ചെയർപേഴ്സൺ വരുന്നു. ഒപ്പം തന്നെ 4 ജനറൽ സീറ്റുകൾ, ചെയർപേഴ്സൺ, സെക്രട്ടറി ഒക്കെ ഒരുമിച്ച് വരുന്നു. എന്ത് തോന്നുന്നു? അല്ല, MSFന് ഒറ്റക്കായിട്ട് ഒരു ചെയർമാൻ അല്ല, ഞങ്ങൾ UDSFന്റെ ചെയർമാനാണ്. MSFന്റെ KSUവിന്റെയും സ്വാഭാവികമായി മുന്നണി സംവിധാനത്തിനകത്ത് ഒരുമിച്ച് നിന്നാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ UUCമാരെ തിരഞ്ഞെടുക്കുമ്പോഴും കോളേജുകൾ മത്സരിക്കുമ്പോഴും മുന്നണിയാണ് മത്സരിച്ചത്. ഇവിടെയും മുന്നണിയായാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSUവിന്റെയും MSFന്റെയും ചെയർമാനാണ് ഷിഫാനി ഉൾപ്പെടെ മുഴുവൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ UDSF നിലനിർത്തിയിരിക്കുന്നവരുടെ വിജയാഹ്ലാദമാണ് കണ്ടത്. ഷബീർ ഒമറിന്റെ റിപ്പോർട്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്.